Hi, my dears. Good morning. Again, we are in our next geography. Sorry, politics. The last time we discussed about the challenges to political parties. Challenges means what are the difficulties are facing or what are the drawbacks are facing by the political parties. That is challenges to political parties. That's the important question. All should listen well and all should study well. Okay. Then introduction we started last day. Again read that. Listen to the challenges to political parties. We have seen how crucial political parties are for the working of democracy. Since parties are the most visible face of democracy, it is natural that people blame parties for whatever is wrong with the working of democracy. All over the world, people express strong dissatisfaction with the failure of political parties to perform their function as well. This is the case in our country too. People dissatisfaction and criticism has focused on 4 problem areas in working of political parties. Political parties need to face and overcome these challenges in order to remain effective instrument of democracy. India among the world facing these 4 challenges by the political parties. Challenges means drawbacks of political parties. For become better political parties, they need to overcome these challenges. Okay, first challenge is lack of internal democracy within parties. That is the first challenge. Not only write this main point, the lack of internal democracy, that is not enough. You need to write that sentence. The first challenge is lack of internal democracy within political parties. Within parties. What about that? Internal democracy illa, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ democracy ഇല്ല എന്ന് പറയുന്നത് എന്താണ്? All over the world, there is a tendency in political parties towards the concentration of power in one or few leaders at the top. All over the world, there is a tendency in political parties. All political parties all over the world, we can see a tendency that concentration of power in one or few leaders at the top. ഒരു പ്രാവശ്യം ഒരു ലീഡർ വന്നു, അടുത്ത പ്രാവശ്യം വേറൊരു ലീഡർ വന്നു, വീണ്ടും മറ്റേ ലീഡർ തന്നെ വന്നു. അങ്ങനെ ആ ലീഡേഴ്സിനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ടോപ്പ് പാർട്ടി ലീഡേഴ്സ് ഇവർ തന്നെ ആയിക്കൊണ്ടിരിക്കുക. ലോക്കൽ ലെവൽസിൽ നിന്ന് ലീഡേഴ്സായിട്ട് ആരും പൊങ്ങി വരുന്നില്ല വിത്തിൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. ദാറ്റ് ഈസ് എ ഇന്റേണൽ ഡെമോക്രസി ഇല്ല എന്ന് പറയാൻ കാരണം ഡെമോക്രസി ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകളും ലീഡേഴ്സായിട്ട് വന്നേനെ. എന്നാൽ ഡെമോക്രസി വിത്തിൻ ദ പാർട്ടീസ്, ലാക്ക് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ ഡെമോക്രസി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡ്രോബാക്ക് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓൾ ഓവർ ദ വേൾഡ് ദർ ഈസ് എ ടെൻഡൻസി ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ടുവാർഡ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ വൺ ഓർ ഫ്യൂ ലീഡേഴ്സ് അറ്റ് ദ ടോപ്പ്. പവർ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളിലോ അല്ലെങ്കിൽ കുറച്ച് ആളുകളിലോ ഇൻ ദ ടോപ്പ്. പാർട്ടീസ് ഡു നോട്ട് കീപ് മെമ്പർഷിപ്പ് രജിസ്റ്റർ. ഓരോ പാർട്ടീസിലും ഓരോ അജണ്ടാസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അത് ഒരാൾ ആ പാർട്ടിയിലോട്ട് ചേരുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെയുള്ള നിയമങ്ങൾ. അപ്പോൾ മിക്ക പാർട്ടീസും ഈ രജിസ്ട്രേഷൻ ഒന്നും നടത്തുന്നില്ല എന്നുള്ളത് മറ്റൊന്ന്. ഡു നോട്ട് ഹോൾഡ് ഓർഗനൈസേഷണൽ മീറ്റിംഗ് ആൻഡ് ഡു നോട്ട് ഹോൾഡ് കണ്ടക്ട് ഇന്റേണൽ എലക്ഷൻസ് റെഗുലർലി. ഓർഗനൈസേഷണൽ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ മാത്രം മീറ്റിംഗ്സ് ഒന്നും നടത്താറില്ല. ആ മീറ്റിംഗ്സ് എല്ലാം നടത്തിയെങ്കിലും താഴെയുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞെങ്കിലേ ഡെമോക്രസി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓർഗനൈസേഷണൽ മീറ്റിംഗും നടത്തുന്നില്ല. ആൻഡ് ഓൾസോ ഇന്റേണൽ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പല കൺട്രീസിൽ ഇതും ഫോളോ ചെയ്യുന്നുണ്ട്, ചില കൺട്രീസെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില പാർട്ടീസ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എന്താണ്, ചില തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ഇന്ന ഇലക്ഷനിലോട്ട് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ ഏബിൾ ആയിട്ടുള്ള 5 or 6 ആളുകളുണ്ടാവും. ഇപ്പോൾ ലോക്സഭയിലോട്ടാണെങ്കിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് മുഖ്യമന്ത്രി ആവണമെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മണ്ഡലത്തിൽ, നമ്മുടെ കേരളത്തിലെ നമ്മളുടെ വയനാട് എന്ന മണ്ഡലത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാർക്സിസ്റ്റിൽ നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത് ആരെയാണ്?
പി വി അൻവറിന് അല്ലേ. പി വി അൻവറിനെ സെലക്ട് ചെയ്തത് നമ്മൾ മാർക്സിസ്റ്റിൻ്റെ വിശ്വാസികളാണെങ്കിൽ ആണെന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല ആരാണ് നമ്മൾ പി വി അൻവർ ലീഡറായിട്ട് വന്നപ്പോഴാണ് അതാണ് നമ്മളുടെ ലീഡർ എന്ന് അറിയുന്നത്. പക്ഷെ ഓരോ പാർട്ടിയും ഓരോ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിൽ ആദ്യം ഒരു ഇലക്ഷൻ നടത്തുക. ഏബിളായിട്ടുള്ള 4-5 ആളുകളുണ്ടെങ്കിൽ അവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കും. എന്നിട്ട് ആ ലീഡറെ ആക്ച്വൽ ഇലക്ഷനിലോട്ട് സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഇലക്ഷൻ. എന്തെങ്കിലും കാര്യത്തും പാർട്ടിക്കുള്ളിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ആളുകളുടെ അഭിപ്രായം ചോദിക്കുന്നതിനാണ് ഇൻറ്റേർണൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻറ്റേർണൽ ഇലക്ഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡു നോട്ട് കണ്ടക്ട്. വി അണ്ടർസ്റ്റാൻഡ്. ദെൻ ordinary members of the party do not get sufficient information on what happens inside the party. നമ്മളെല്ലാം ഓർഡിനറി മെമ്പേഴ്സ് ഓഫ് ദ പാർട്ടി അല്ലേ. ഇത് പാർട്ടിയിലെ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഓർഡിനറി സാധാരണ അതിലെ മെമ്പേഴ്സ് ആയിരിക്കും, ബട്ട് ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആവില്ല. നമ്മൾക്കറിയില്ല പാർട്ടിക്കുള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾക്ക് തന്നെ അറിയില്ല. ദാറ്റ് ഈസ് എ ഡ്രോബാക്ക്. അതാണ് ഡെമോക്രസി ഇല്ല എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ they do not have the means or the connections need to influence the decision. ഇപ്പം എന്തെങ്കിലും ആ ലീഡറെ വെക്കുന്നതിലപ്പുറം മറ്റു ലീഡറാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള തീരുമാനങ്ങളെല്ലാം നമ്മൾക്ക് അറിയിക്കാൻ ഒരു വഴിയോ ഒരു കണക്ഷൻസോ ഒരു ഓർഡിനറി മെമ്പർക്ക് ഇല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ. ഓക്കെ, ആസ് എ റിസൾട്ട് ദ ലീഡർ അസ്യൂം ഗ്രേറ്റർ പവർ ടു മേക്ക് ഡിസിഷൻസ് ഇൻ ദി നെയിം ഓഫ് ദ പാർട്ടി. അപ്പോൾ ആ പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ ആ ലീഡർക്ക് എക്സ്ട്രാ ഓർഡിനറി പവർ കിട്ടുകയാണ് ചെയ്യുന്നത്. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? ദെൻ since one or few leaders exercise paramount power in the party. അപ്പോൾ എപ്പോഴും ഒന്നോ അല്ലെങ്കിൽ കുറച്ചോ ലീഡേഴ്സ് എപ്പോഴും പാരാമൗണ്ട് പവർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി പവർ അവർ തന്നെ ആരും ചോദിക്കാനില്ലാത്ത പവർ അവർ തന്നെ ഹോൾഡ് ചെയ്യുന്നു. ദെൻ ദോസ് ഹു ഡിസഗ്രി വിത്ത് ദ ലീഡർഷിപ്പ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ ഇൻ ദ പാർട്ടി. ഇപ്പോൾ ആരെങ്കിലും ആ ലീഡർ വേണ്ടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിമർശനം വെച്ചാലോ ആ പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താവും. ഓക്കെ, ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ ഇൻ ദ പാർട്ടി. അയാൾക്ക് ആ പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഹി ക്രിട്ടിസൈസ് മോർ ദാൻ ലോയൽറ്റി ടു പാർട്ടി പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് പേഴ്സണൽ ലോയൽറ്റി ടു ദ ലീഡർ ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ. മോർ ദാൻ ലോയൽറ്റി ടു ദ പാർട്ടി പ്രിൻസിപ്പിൾ ആൻഡ് പോളിസീസ്, പേഴ്സണൽ ലോയൽറ്റി ടു ദ ലീഡർ ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു സാധാരണ മെമ്പർക്ക് ഒരു പാർട്ടിയോടുള്ള പ്രിൻസിപ്പിൾസിനോടും പോളിസീസിനോടും ഉള്ള ലോയൽറ്റിക്കപ്പുറം, ലോയൽറ്റി എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ എന്താണ് അനുയോജ്യം അല്ലേ, അതിനോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഇഷ്ടത്തിലപ്പുറം പാർട്ടിയുടെ പ്രിൻസിപ്പിൾസിനോടും പോളിസീസിനോടും ഇഷ്ടത്തിലപ്പുറം ആരോടാണ് ഇവർ ഇഷ്ടം കാണിക്കേണ്ടത്? ആളുകൾ പേഴ്സണൽ ലോയൽറ്റി ടു ദ ലീഡറോടുള്ള പേഴ്സണൽ ലോയൽറ്റിയാണ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. That is saying the main drawback of all the political parties, which is lack of internal democracy within political parties. Again, listen to the first challenge is lack of internal democracy within parties. All over the world, there is a tendency in political parties towards a concentration of power in one or few leaders at the top. Parties do not keep membership register, do not hold organizational meetings, and do not conduct internal elections regularly. Ordinary members of the party do not get sufficient information on what happened inside the party. They do not have the means or the connections needed to influence the decision. Then, as a result, the leader assumes great power to make decisions in the name of the party. Since one or few leaders exercise paramount power in the party, those who disagree with the leadership find it difficult to continue in the party. More than loyalty to party principles and policies, personal loyalty to the leader become more important. Okay, that is the first drawback or challenges of political party. Next, the second challenge of dynasty succession is related to the first one. രണ്ടാമത്തെ ചലഞ്ചാണ് പൊളിറ്റിക്കൽ പാർട്ടി ചലഞ്ച് ഓഫ്
ഡൈനാസ്റ്റിക് സക്സഷൻ. ഡൈനാസ്റ്റിക് സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ പ്രസിഡൻ്റായി, പ്രൈം മിനിസ്റ്ററായി അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററായി, അയാളുടെ മകൻ അടുത്ത ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ അടുത്ത മിനിസ്റ്റർ എന്നുള്ള പദവി. അതായത് അച്ഛനും മക്കളും ആ ഒരു കുടുംബത്തിലുള്ള ആളുകൾ തന്നെ മാറി മാറി ലീഡേഴ്സായിട്ട് വരിക. ഡൈനാസ്റ്റിക് സക്സഷൻ, രാജഭരണം പോലെ അച്ഛൻ്റെ മകൻ മകൻ്റെ മകൻ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോവുക. ഇത് ടോപ്പ് പാർട്ടി ലീഡർ. ഓക്കെ, സെക്കൻഡ് ചലഞ്ച് ഡൈനാസ്റ്റിക് സക്സഷൻ ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് വൺ. അത് ആദ്യത്തെ ഭാഗം ബാക്കിയാണ് അല്ലേ. ആദ്യത്തെ ടോപ്പ് പാർട്ടി ലീഡേഴ്സ് ഒന്നോ കുറച്ച് ആളുകൾ മാത്രം ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരുടെ പിന്തുടർച്ചയുള്ള ആളുകൾ തന്നെ അടുത്ത ലീഡേഴ്സായിട്ട് വരിക. ദാറ്റ് ഈസ് സെക്കൻഡ് ചലഞ്ച്, ദാറ്റ് ഈസ് ഡൈനാസ്റ്റിക് സക്സഷൻ, പിന്തുടർച്ചയായിട്ട് ടോപ്പ് പാർട്ടി ലീഡേഴ്സ് ആവുക എന്നുള്ളത്. വാട്ട് അബൌട്ട് ദാറ്റ് ലിസൺ ടു ദം. Since most political parties do not practice open and transparent procedure for their functioning, there are very few ways for an ordinary worker to rise to the top in a party. Those who happen to be the leader are in a position of unfair advantage or favor people close to them or even their family members. In many parties, the top positions are always controlled by members of one party, one family. This is unfair to other members of that party. This is also bad for democracy, since people who do not have adequate experience or popular support come to occupy positions of powers. This tendency is present in some measure all over the world, including in some of the older democracies. What is the second thing? The second challenge of dynastic succession is related to the first one. Since most political parties do not practice open and transparent procedure for their functioning. Most political parties do not practice, പ്രാക്ടിക്കൽ ആക്കുന്നില്ല എന്ത് ഓപ്പൺ ആയിട്ടുള്ളതും ട്രാൻസ്പെറൻറ്റ് പ്രൊസീജിയർ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്ന ആളുകളെ അറിയിക്കുന്ന രീതിയിൽ. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ പ്രൊസീജിയേഴ്സ് ഫോർ ദർ ഫങ്ഷനിങ്. ആ പാർട്ടിക്കുള്ളിലുള്ള കാര്യങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ കാണത്തക്ക രീതിയിലല്ല ചെയ്യുന്നത്. മിക്കറും സീക്രട്ട് മീറ്റിംഗ്സ് ഒക്കെ എല്ലാം നടത്തും. അതിൽ ടോപ്പ് പാർട്ടി ലീഡേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരായിരിക്കും മിക്ക ഡിസിഷൻസും എടുക്കുക അല്ലേ. അപ്പോൾ സിൻസ് മോസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡു നോട്ട് പ്രാക്ടീസ് ആൻഡ് ഓപ്പൺ transparent procedure for their functioning, there were very few ways for an ordinary worker to rise to the top in a leader. ഒരു ഓർഡിനറി വർക്കർക്ക്, ഒരു ഓർഡിനറി മെമ്പർക്ക് ഒരു പാർട്ടിയുടെ ടോപ്പ് ലീഡറായിട്ട് ടു റൈസ് ടു ദ ടോപ്പ് ഇൻ എ പാർട്ടി, ആ പാർട്ടിയുടെ ടോപ്പിലെത്താൻ യാതൊരു വേയും ഇല്ല എന്നാണ് പറയുന്നത്. ദർ ആർ വെരി ഫ്യൂ വേസ്. അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. സാധാരണ ആളുകൾക്ക് there are very few ways for an ordinary worker to rise to the top in a party. ഒരു പാർട്ടിയുടെ മുകളിലെത്താനേ വളരെ കുറച്ച് വഴികളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. Now we understand. Those who happen to be the leader are in a position of unfair advantage to favor people close to them or even their family members. Those who happen to be the leader are in position. ആരാണോ ആ ലീഡറിൻ്റെ പൊസിഷനിൽ എത്തിയിട്ടുള്ളത് ഓഫ് അൺഫെയർ അഡ്വാൻറ്റേജ്, അവർ അൺഫെയർ ആയിട്ടുള്ള നല്ലതല്ലാത്ത അഡ്വാൻറ്റേജ് എടുക്കുക. ഹൗ ടു ഫേവർ പീപ്പിൾ ക്ലോസ് ദം ഈവൻ ദ ഫാമിലി മെമ്പേഴ്സ്. അതായത് അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കണം. ഒരാൾ വന്നാൽ അടുത്ത ആൾ വരെ സെലക്ട് ചെയ്യാം, അയാളുടെ മക്കൾ അല്ലെങ്കിൽ അയാളുടെ മകനെ അങ്ങനെ പറഞ്ഞിട്ട്. ദാറ്റ് ഇസ് സെയിം ഹിയർ. ദോസ് ഹു ഹാപ്പൻ ടു ദ ലീഡേഴ്സ് ആർ ഇൻ എ പൊസിഷൻ. ആരാണോ ലീഡർ ആ പാർട്ടിയുടെ ലീഡറിൻ്റെ പൊസിഷനിൽ എത്തിയത്, ദേ ആർ ടേക്കിംഗ് അൺഫെയർ അഡ്വാൻറ്റേജ്, നല്ലതല്ലാത്ത അഡ്വാൻറ്റേജ് അവരെങ്ങനെ എടുക്കുന്നു. ടു ഫേവർ പീപ്പിൾ, ഇഷ്ടപ്പെട്ട ആളുകളെ, ക്ലോസ് ടു ദം ഇൻ ദർ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ അടുത്ത ആളുകളാക്കി മാറ്റാം. ഇൻ മെനി പാർട്ടീസ് ദ ടോപ്പ് പൊസിഷൻസ് ആർ ഓൾവേസ് കൺട്രോൾഡ് ബൈ മെമ്പേഴ്സ് ഓഫ് വൺ പാർട്ടി, വൺ ഫാമിലി. പല പാർട്ടീസിലെയും ടോപ്പ് പൊസിഷൻസ് എടുക്കുന്നത് ഒറ്റ ഫാമിലിയിലുള്ള പല മെമ്പേഴ്സായിരിക്കും. ദിസ് ഇസ് അൺഫെയർ ടു അതർ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് പാർട്ടി. അല്ലെ, ആ പാർട്ടിയിലുള്ള മറ്റു മെമ്പേഴ്സിന് അത് അൺഫെയർ ആണ്, അനീതിയാണ്. This is also bad for democracy, since people who do not have adequate experience
ആളുകൾക്ക് adequate ആയിട്ടുള്ള മതിയായ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഒരു പോപ്പുലർ സപ്പോർട്ട് അല്ലേ, ആളുകളുടെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കം ടു ഒക്യുപ്പൈ പൊസിഷൻസ് ഓഫ് പവർ അല്ലേ, അവർക്ക് എന്താണ് പവറിൻ്റെ ഒക്യുപ്പൈ പൊസിഷൻസ് ഓഫ് പവർ, പവർ പൊസിഷനിൽ എത്താൻ അവർക്ക് കഴിയുന്നില്ല. This is also bad for democracy since people who do not have adequate experience or popular support come to occupy positions of power അല്ലേ, ആളുകൾക്ക് പവറിൻ്റെ പൊസിഷനിൽ എത്താനും adequate സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഡെമോക്രസി, ദിസ് ഇസ് ബാഡ് ഫോർ ഡെമോക്രസി എന്നാണ് പറയുന്നത്. This tendency is present in some measure all over the world, not only in India but also all over the world we can see some present, then including in some of older democracies too. That is the second challenges to dynasty succession. Again, listen to the related to the first one. Since most political parties do not practice open and transparent procedure for their functioning, there are very few ways for an ordinary worker to rise to the top in a party. Those who happen to the leader are in position of unfair advantage to favor people close to them or even their family members. In many parties, the top positions are always controlled by members of one family. This is unfair to the members of the party. This is also bad for democracy since people who do not have adequate experience or popular support come to occupy positions of power. This tendency is present in some measure all over the world, including in some of other older democracies. The next we need to discuss about two more challenges that we can discuss in the next class. So then within one page we can complete this chapter. After that we need to conduct revision and also conducting test paper. So we should read minimum 5 times and study important points from them. Okay, thank you.